ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കൊഞ്ച് ഫ്രൈ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പെട്ടെന്ന് എങ്ങനെ ഒരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞുതരാവേ. ഞാനിവിടെ അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ് ഇത്രയും ഞാൻ കല്ലിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. ഞാൻ കല്ലിലിട്ടടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്, അതുകൊണ്ടാണ് കല്ലിലിട്ട് ഞാൻ ചതച്ചെടുക്കുന്നത്. ഒരുപാടൊന്നും അരേണ്ട, നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുരുമുളകും ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പെല്ലാം, കുരുമുളകും എല്ലാം കൂടെ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഒത്തിരി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് പുരട്ടി വെക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അധികം വെച്ചില്ലേ അന്നേരം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയുള്ളൂ, ഞാൻ എണ്ണ കുറച്ച് യൂസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഞാൻ നല്ലതായിട്ട് മസാല പുരട്ടി വെച്ചേക്കണം. കൊഞ്ചും അതിനകത്ത് കുറച്ച് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം കൊഞ്ചിൽ നിന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് ലാസ്റ്റിൽ കുറച്ചൊരു എണ്ണയും കൂടെ തൂവി കൊടുത്തിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് അടിപൊളിയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കൊഞ്ച് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. വെള്ളമൊക്കെ പറ്റി കൊഞ്ചിൻ്റെ നമുക്ക് ഇനി അതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാവേ. ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ മതി, ഇനി കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനകത്ത് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് നല്ലതായിട്ട് ഇനിയും തുറന്ന് വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. കുറച്ച് എണ്ണയും മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.